ദൈവത്തിന് സ്തോത്രം. വ്യാപാരം ചെയ്യാൻ യജമാനൻ താലന്തുകൾ പങ്കിട്ടപ്പോൾ മൂന്നാമന് കിട്ടിയത് ഒന്ന് മാത്രമാണ്. അതവനെ അതൃപ്തനും അസൂയാലുമൊക്കെ ആക്കി. ചിലർക്ക് 5ഉം 2ഉം താലന്തുകൾ വീതം കൊടുത്തപ്പോൾ തനിക്ക് ഒന്ന് മാത്രം തന്ന യജമാനൻ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യാനും വിതറാത്തിടത്തു നിന്ന് കൂട്ടിച്ചേർക്കാനുമൊക്കെ ആവശ്യപ്പെടുന്ന കരുണയില്ലാത്ത കഠിന മനുഷ്യനാണെന്ന് അവൻ വിധി എഴുതി. യജമാനന് അഭിവൃദ്ധി ഉണ്ടാകരുതെന്ന നിഷേധ ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. അതുകൊണ്ട് വ്യാപാരം ചെയ്യാതെ അത് മണ്ണിൽ കുഴിച്ചിട്ടു. ലഭിച്ച ഒന്നുകൊണ്ട് വ്യാപാരം ചെയ്ത് 2 ആക്കിയിരുന്നെങ്കിൽ യജമാനൻ അവനെയും അഭിനന്ദിച്ച് പ്രമോഷൻ കൊടുക്കുമായിരുന്നു. എന്തു ചെയ്യാം? ദൈവവിശ്വാസവും പ്രത്യാശയും എളിമയുമില്ലാത്ത ആ കാര്യവിചാരകന് ഉള്ളതും കൂടി നഷ്ടപ്പെട്ടു. ദൈവം തന്നത് അല്പവും സ്വല്പവുമൊക്കെ ആയിപ്പോയെന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കുകയും പരിഭവിക്കുകയും ചെയ്യരുത്. അല്പത്തിൽ വിശ്വസ്തരായവരെ അധികത്തിന് അധികാരിയാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ജനസഹസ്രങ്ങൾക്ക് ഭക്ഷണമൊരുക്കാൻ അവന് വെറും 5 അപ്പം മാത്രം മതി. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ മെഗാ പ്രോജക്റ്റുകളും സഹസ്രകോടികളും ബാങ്ക് ബാലൻസുമൊക്കെ ഉണ്ടോ എന്നൊന്നും ദൈവം ചോദിക്കാറില്ല. എന്തെങ്കിലുമുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അല്പത്തെ അധികമാക്കാൻ കഴിയുന്ന ദൈവത്തിന് നമ്മുടെ പരിമിതികളും ഇല്ലായ്മകളും ഒന്നും പ്രശ്നമല്ല. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ മണി പവറും വിൽ പവറും ആവശ്യവുമില്ല. ഇപ്പോഴത്തെ ജോലി ജോബ് സ്റ്റാറ്റസ് ഇല്ലാത്തതാണ്, പ്രതിഫലം കുറവാണ്, പ്രമോഷൻ സാധ്യത തീരെയില്ല, എംപ്ലോയർ കഠിന മനുഷ്യനാണ് എന്നൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കരുത്. ജോലിയില്ലാത്ത ജനകോടികൾക്കിടയിൽ നമുക്ക് ദൈവം ഒരു ജോലി തന്നിരിക്കുകയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസവും കഴിവും കൊണ്ട് നേടിയതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വിദ്യാഭ്യാസവും കഴിവുമുള്ള എത്രയോ ആളുകൾ തൊഴിൽ രഹിതരായി ഈ ലോകത്ത് അലഞ്ഞു നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ദിവ്യ പരിപാലനവുമൊക്കെയാണ് ഇന്ന് ഈ സ്ഥാനത്ത് നിങ്ങളെയും എന്നെയുമൊക്കെ എത്തിച്ചിരിക്കുന്നത്. മനുഷ്യരല്ല, ഡിവൈൻ എംപ്ലോയറാണ് നമ്മളെ നിയമിക്കുന്നത്. ദൈവമാക്കിയിരിക്കുന്ന നിയോഗങ്ങളിൽ സത്യസന്ധതയും സമർപ്പണവും കാണിക്കണം. അല്പത്തിൽ മാത്രമല്ല, അധികത്തിലും ബഹുത്വത്തിലുമൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. കുടുംബം, പേരൻറ്റിങ്, ഇടയത്വ ശുശ്രൂഷ, രാഷ്ട്രീയം, സാമൂഹ്യ സേവനം തുടങ്ങിയ അനേകം മേഖലകളിലെ നമ്മുടെ സമർപ്പണവും ആത്മാർത്ഥതയുമൊക്കെ വിലയിരുത്തുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ പ്രതിഫലമൊന്നും നോക്കാതെ സത്യസന്ധതയോടെ കാര്യവിചാരകത്വം നിർവഹിക്കുന്നവർക്ക്
തക്കതായ പ്രതിഫലം ഇവിടെയും നിത്യതയിലും ദൈവം തരും. 2 ചെമ്പുകാശ് വഴിപാടിട്ട വിധവയുടെ ഉള്ളം ഉള്ളതുപോലെ കണ്ടറിഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ അധ്വാനത്തിനുള്ള പ്രതിഫലവും അവകാശവും അഭിനന്ദനങ്ങളുമൊക്കെ തടഞ്ഞു വയ്ക്കുന്നവരോട് എതിർക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും നമ്മൾ പോകരുത്. മനുഷ്യർ തടഞ്ഞു വയ്ക്കുന്ന നിങ്ങളുടെ അവകാശങ്ങൾ അധികാരികളുടെ അധികാരിയും സർവാധികാരിയും മേലധികാരിയുമായ ദൈവം 1/4 വീതം മടക്കിത്തന്നിരിക്കും. ഗവൺമെൻറ് അധികാരികളെയും തൊഴിലുടമകളെയും തൊഴിലാളികളെയുമൊക്കെ നിയന്ത്രിക്കുന്നത് ഡിവൈൻ ഗവൺമെൻറ്റാണ്. ദൈവത്തിൻ്റെ അന്ത്യശാസനത്തിൻ്റെ മുമ്പിൽ മനുഷ്യർ നിസ്സഹായരാണ്. ജോലിക്കുള്ള പ്രതിഫലത്തിലെ വ്യത്യാസം ഈ ഭൂമിയിൽ മാത്രമാണുള്ളത്. സ്വർഗത്തിൽ എല്ലാവർക്കും പ്രതിഫലം ഓരോ ദിനാറയാണ്. എല്ലാവരുടെയും ഡെസിഗ്നേഷൻ വിശുദ്ധർ എന്നാണ്. ദൈവം തന്ന അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക. ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രകടിപ്പിക്കുക. അധികം കിട്ടിയവരോട് അസൂയ തോന്നാതിരിക്കുക. അനധികൃത വഴിയിലൂടെ സൗഭാഗ്യങ്ങൾ വാരിക്കൂട്ടുന്നവരോട് പരിഭവം തോന്നാതിരിക്കുക. ഇതൊക്കെയാണ് ഡിവൈൻ എംപ്ലോയർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നീതിയുള്ള ന്യായാധിപനും സർവത്തിൻ്റെയും ഉടമസ്ഥനുമായ ദൈവം നിങ്ങൾക്കുള്ള പ്രത്യേക ഓഹരി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് യഥാസമയം ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും കൊടുക്കും. ദൈവത്തോടു കൂടിയുള്ള അല്പമാണ് ദൈവമില്ലാതെയുള്ള അധികത്തേക്കാൾ മെച്ചം. സമ്പത്തിൻ്റെ ആധിക്യത്തിലല്ല സന്തോഷവും സമാധാനവും നിത്യജീവനുമൊക്കെ ഇരിക്കുന്നതെന്ന സത്യം, പരമസത്യം നമ്മളൊരിക്കലും മറക്കരുത്. ദൈവത്തിൽ നിന്ന് അധികം കിട്ടിയവർ അല്പം കിട്ടിയവരെ സ്നേഹത്തോടെ കരുതണം. ദൈവത്തിൻ്റെ പ്രതീകങ്ങളായ ഈ ചെറിയവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചൂഷണം ചെയ്യുന്നതുമൊക്കെ നമ്മുടെ സ്ഥാനഭ്രംശത്തിന് കാരണമാകും. യു ആർ അണ്ടർ സർവൈലൻസ് ഓഫ് ഡിവൈൻ CCTV ക്യാമറ. അധികമായി ലഭിച്ച താലന്തുകൾ വ്യാപാരം ചെയ്ത് യജമാനൻ്റെ അഭിനന്ദനം നേടി അധികത്തിന് അർഹരായി അധികാര കസേരയിൽ കയറിയിരിക്കുമ്പോൾ നിലവിട്ട് അഹങ്കരിക്കരുത്. തന്നതെല്ലാം തിരിച്ചെടുത്ത് അല്പത്തിൽ വിശ്വസ്തരായ എളിയവർക്ക് ദൈവം കൊടുക്കും. ഉദാഹരണം 1 ശൗൽ രാജാവ്, ഉദാഹരണം 2 സാംസൺ, ഉദാഹരണം 3 ശലോമോൻ. അങ്ങനെ ശോഭകെട്ട് ജീവിത വഴിത്താരയിൽ വീണുകിടക്കുന്ന ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠർ അനേകം അനവധിയാണ്. ജോലി ലഭിക്കാത്തതിൻ്റെയും നഷ്ടപ്പെട്ടതിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി കിട്ടാത്തതിൻ്റെയുമൊക്കെ
മനോവിഷമത്തിലാണോ നിങ്ങളിപ്പോൾ? ദൈവം ഇപ്പോൾ നൽകിയിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കുക. ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ അലസതയോ സത്യസന്ധതയില്ലായ്മയോ ആത്മാർത്ഥത കുറവോ അനുസരണക്കേടോ ഒക്കെയാണ് കാരണമെങ്കിൽ തീർച്ചയായും അത് തിരുത്തണം, പശ്ചാത്തപിക്കണം, ദൈവത്തോട് മാപ്പ് ചോദിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരവസരത്തിൻ്റെ വാതിൽ ദൈവം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിസ്വാർത്ഥ സേവനത്തിന് തയ്യാറാകണം. ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് തീർച്ചയായും നിങ്ങൾക്ക് മറ്റൊരവസരത്തിൻ്റെ വാതിൽ തുറന്നു തരും. ദൈവമേ, അവിടുന്ന് ഭരമേൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ വിശ്വസ്ത കാര്യവിചാരകരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.